ബ്രോ എത്രാമത്തെ ഡേ ആയി? എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് കോഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കോഴ്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, കാണുന്നുണ്ട്. അതിന് കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ ബ്രോ, പറയും. ഈ കോഴ്സിൽ വന്നതിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാ? ഉപകാരം ഉണ്ടെന്ന് വെച്ചാല് ഉപകാരം ഉണ്ടായിക്കണ്. അതെയാ? അതിപ്പോ നമുക്ക് അല്ല ബ്രോ, അത് ഞാനിപ്പോ ചോദിക്കണൂന്ന് പറഞ്ഞിട്ട് പറയണ്ടാട്ടാ. അല്ല 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 അതങ്ങനല്ല. ഇതിപ്പോ നമുക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എനിക്ക്, എന്താണ് കോഴ്സിന് ചേരണം മുന്നേ എന്താ ചെയ്യണോ എന്താ കാട്ടണം എന്നുള്ളത്. അപ്പൊ ഇതില് ചേർന്നപ്പോഴാണ് നമുക്ക് എന്തെല്ലാം ചെയ്യേണ്ടി. ഡെയിലി ഇങ്ങനെ ഓരോ കാര്യം ഓരോ ക്ലാസ് കാണുന്ന അനുസരിച്ചാണ് ഇങ്ങനെ വരുന്നത്. ഇതൊന്നും ഞാൻ ചോദിക്കണൂന്നുള്ള രീതിയിൽ പറയുന്ന അല്ല അല്ല നിങ്ങൾ ചോദിക്കണല്ലോ, ഞാനത് ഓരോന്ന്. അതായത് ഉള്ള കാര്യം പറഞ്ഞാ മതി ബ്രോയ്ക്ക്. ജെനുവൻ ആയിട്ട് എന്താണോ കിട്ടിയത് ആ സാധനം മാത്രം പറഞ്ഞാ മതി. ഈ പൈസ മുടക്കിയതിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായ? പൈസ മുടക്കിയതിന് ഉപകാരം ഉണ്ടായിക്കണ്. ഇതിപ്പോ ഞാന് നോഫാപ്പ് ചലഞ്ച് എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 90 ദിവസം ആകുമ്പോഴാണ് ഞാൻ ഇത് ചേർന്നത്. 95 ദിവസം ആകുമ്പോൾ. ഓക്കെ. അപ്പോ എനിക്ക് അതുവരെ ഇങ്ങനത്തെ നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പുറത്തം കിട്ടണില്ല, ഒരു ലെവലും കിട്ടാത്ത രൂപത്തിലാണ് എന്താ ചെയ്യണം എന്നുള്ളത്. നമുക്കൊരു ഉത്തരം കിട്ടാത്ത പോലെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. പിന്നെ കോഴ്സിൽ ചേർന്നപ്പോ ഓരോ ക്ലാസ് കാണുന്ന അനുസരിച്ച് അതിനനുസരിച്ചുള്ളതെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങിയാണ്. അതായത് വെറുതെ ഒരു പായ്ക്കപ്പല് പോലെ കടലിൽ പോയിക്കൊണ്ടിരുന്നത് ഒന്നുകൂടി ഒരു ഡയറക്ഷൻ കിട്ടിയെന്നാണ്. ഡയറക്ഷൻ കിട്ടിയത് ഇപ്പോഴാണ് ശരിക്ക് മനസ്സിലായി. ഒരു എന്താ ചെയ്യേണ്ടെന്നൊരു പുറത്തം കിട്ടണില്ല, അത് സന്തോഷമില്ല ദുഃഖമില്ലാത്ത ലെവലിൽ നടക്കാണ്. അപ്പോഴാണ് ഞാൻ ഇതിൽ ചേരണം, മനസ്സൊന്ന് ക്ലിയർ ആക്കണം. ഇതില് ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊറേ ഡൗട്ട് ഒക്കെ ആയിട്ടല്ലേ ജോയിൻ ചെയ്തത്? കണ്ടമാനം ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് അയ്യോ ഇത് പൈസ പറ്റിക്കലായിരിക്കോ, പൈസ പോവോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചായിരുന്നു. ഉമ്മയുടെ നിന്നാണ് പൈസ മേടിച്ച് ചെയ്തത്? അല്ല, എന്നെ പൈസ ഉണ്ടായിട്ടില്ല അങ്ങനെ. അപ്പോ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കും. ഉമ്മ ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ച്. ഞാൻ പറയും എനിക്ക് മനസ്സിനൊരു ക്ലിയർ കിട്ടണില്ല, ഞാനിങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് ചേരട്ടെന്ന് വെച്ചാൽ ഉമ്മ സ്പോട്ടിന് പൈസ എടുത്തു തന്നെ. സ്പോട്ടിൽ പൈസ എടുത്തു തന്നെ? എന്തായാലും ഉമ്മ അല്ല, നമ്മളെ സന്തോഷമല്ല ഉമ്മാന്റെ സന്തോഷം. അപ്പൊ ഉമ്മക്ക് പൈസ ഞാൻ കൊടുത്ത്, ഇപ്പൊ പണിക്ക് പോയിട്ട് പൈസ കൊടുത്തു. പണിക്ക് പോയിട്ട് ആ പൈസ തിരിച്ചും കൊടുത്ത്. ഉമ്മയുടെ അടുത്തുനിന്ന് പൈസ മേടിച്ച് നോഫാപ്പിന്റെ കോഴ്സിൽ ചേർന്നു. ഞാൻ പറഞ്ഞ മൈൻഡ് ക്ലിയർ ആക്കണ ഒരു കോഴ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ചേരുമ്പോളെ പൈസ പോവൂലേ എന്നുള്ളൊരു വീടുണ്ടായിരുന്നു എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ അതൊന്നുമില്ല. എന്നിട്ട് എത്രാമത്തെ ക്ലാസ് കേട്ടപ്പോഴാണ് ഒരു പൈസ കൊടുത്ത പൈസക്ക് വർത്തായി എന്നുള്ളത് എത്രാമത്തെ ക്ലാസ് കേട്ടപ്പോഴാണ് തോന്നിയത്? എത്രാമത്തെന്ന് വെച്ചാൽ ഒരു 3-4 ക്ലാസ് മുതല്. 3-4 ക്ലാസ് മുതല് അല്ലേ? ഞാനിപ്പോ 100 ദിവസമായി എന്നുള്ളൊരു നോഫാപ്പ് ചാലഞ്ച് 100 ദിവസമായി എന്നുള്ളതിൽ ഞാൻ ഗ്രൂപ്പിലിട്ടല്ലോ. അപ്പൊ പേഴ്സണലായിട്ട് മെസ്സേജ് നിന്നെ എന്തെല്ലാം ബെനിഫിറ്റ് എന്നെല്ലാം ചോദിച്ചിങ്ങാണ്ടേ ഗ്രൂപ്പിൽ നിന്ന് ആരോ ഒരാളെ അയച്ചിന്. ഞാനിങ്ങനെ കുറച്ച് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ആളെ കുറച്ച് മോട്ടിവേഷൻ എല്ലാം ചെയ്യാൻ പറ്റിന്. അടിപൊളി അടിപൊളി. നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത്? അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാല് തീർച്ചയായിട്ടും കോഴ്സിൽ ചേരാം, നമ്മളെ കാര്യങ്ങളെല്ലാം ഇതാക്കും. അല്ല ബ്രോ, നിനക്ക് ജെനുവൻലി കിട്ടിയ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നിന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് നിന്നോട് ചോദിക്കുകയാണ് എടാ ഈ കോഴ്സിൽ ചേരണ വെറുത്താണെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഈ കോഴ്സ് ചേരുന്ന അടിപൊളിയാണ്. എന്ന് വെച്ചാല് നമ്മൾക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് പറഞ്ഞ് അവർ ചേർന്നാലും അവർക്ക് മനസ്സിലാവും. പറഞ്ഞു എടുത്തു കഴിഞ്ഞാലും മനസ്സിലാവില്ല. അത് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മള് വെറുതെ പറയാന്ന് വിചാരിച്ചാൽ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുത്തിട്ട് നമുക്ക് ഇന്നലെ കിട്ടിന്ന് പറഞ്ഞാല് അവര് വിശ്വസിക്കണമെന്നില്ല. ഇല്ല, നമ്മള് അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. ചില കാര്യങ്ങള് എക്സ്പീരിയൻസ് ചെയ്താലായിരിക്കും അറിയുന്നുണ്ടാവുക. ഞാൻ ബ്രോന്റെ സ്റ്റാർട്ടിങ്ങുള്ള വീഡിയോ മുതലേ കാണലുണ്ട്. നോഫാപ്പ് ചലഞ്ചിന്റെ ആ ടൈം മുതൽ ഞാൻ ട്രൈ ചെയ്ത് ഫെയിലായി ഇപ്പോൾ 2025 അങ്ങോട്ട് തുടങ്ങി. എങ്കിലും എനിക്ക് മാറണം എന്നുള്ള ചിന്ത വന്നോണ്ടേ
മനസ്സിലായി ബ്രോ. അപ്പൊ എന്തായാലും നടക്കട്ടെ, കാര്യങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. ഒരു ദിവസം മീറ്റ് ചെയ്യാം, നേരിട്ട് പോയോ? ശരി. എന്താ കോഴ്സ് ഒക്കെ ഫുൾ ആയിട്ട് പോയോ? കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. ശരി, ഓക്കെ, നടക്കട്ടെ, ബൈ. ഈ ഒരു കോൾ കേട്ടതിന് ശേഷവും എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് അറിയില്ല. ഞാനിത് സെയിൽസ് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു, എൻ്റെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു, ആ രീതിയിലുള്ള തിങ്ങേ അല്ല. നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള ഡിസിഷൻ എടുക്കാത്തത് കൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഓക്കെ, ഇനിയെങ്കിലും ഡിസിഷൻ എടുക്കുക. തീരുമാനം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഈ തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക. ഡെഫിനറ്റ്ലി ഒരു പേയ്മെന്റ് എന്നുള്ളത് വരുന്നുണ്ട്. ബട്ട് എന്നാലും ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ട്രാൻസ്ഫോർമേഷന് നമ്മൾ ഗ്യാരണ്ടി. ഓക്കെ, ജോയിൻ ചെയ്യാൻ മെസ്സേജ് ചെയ്തേക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.